വിശുദ്ധരോടൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ പറഞ്ഞു 103 സങ്കീർത്തനം കാണാതെ പഠിച്ച് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് കിട്ടുവാനിടയായി. ഞാൻ ഈ 103 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് തമിഴിൽ ഞാൻ കാണാതെ പഠിച്ചത്. 75 ഞങ്ങൾ വിവാഹിതരായി. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ മദ്രാസിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോയി. സാധാരണ ഇന്ത്യയിൽ രാഷ്ട്രീയ മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ ഈ ദേശീയഗാനം പാടാറുണ്ട്, ജനഗണമന എന്നുള്ള പാട്ട് പാടുന്ന പോലെ. തമിഴ്നാട്ടിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ വാക്യം എല്ലാവരും കൂടെ പറയും. ഈ CSI പള്ളിയിലെ അച്ഛന്മാർ വന്നാൽ അങ്ങനൊരു പതിവുണ്ട് കേരളത്തിൽ. എന്നാൽ തമിഴ്നാട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന ആൾ ആദ്യം ഇടും, എന്നെ ആത്മാവേ കർത്തരേ സ്തോത്രി, അവർ മുഴുവുള്ളവേ പരിശുദ്ധ നാമത്തെ സ്തോത്രി, എന്നെ ആത്മാവേ കർത്തരേ സ്തോത്രി, അവർ ചെയ്ത സകല ഉപകാരങ്ങളെയും മറവാതെ. മലയാളത്തിൽ സകല എന്നുള്ള കാര്യമില്ല. അവർ ചെയ്ത ഒരു ഉപകാരം എന്ത് ചെയ്യരുത്, മറക്കരുത്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നാം ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്. മിക്ക വാക്യങ്ങളും നിങ്ങൾ ഓരോ സങ്കീർത്തനങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ യഹോവ എൻ്റെ ഇടയനാകുന്നു. നമ്മൾ ദൈവത്തോട് പറയുന്നതാണ് സങ്കീർത്തനങ്ങൾ. എന്നാൽ മറ്റുള്ള ഭാഗങ്ങൾ, പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും മറ്റുള്ള ഭാഗങ്ങൾ ദൈവം നമ്മോട് പറയുന്ന എന്താ നമ്മൾ ചെയ്യേണ്ടത്, നാം എങ്ങനെയാണ് നടക്കേണ്ടത്. വിശേഷാൽ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലൊക്കെ അത് കാണുവാൻ വേണ്ടി കഴിയും. ഇന്ന് അത് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിർബന്ധമായിട്ടത് പറയേണ്ടി വന്നുകൊണ്ട് 6-8 വർഷത്തോളം ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിലുണ്ടായിരുന്നു. 83 ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ വേണ്ടി കർത്താവ് വഴിയൊരുക്കിയത്. ഞങ്ങൾക്ക് കുടുംബമായി ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഇന്ന് സാവകാശം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2023 ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ജോയലിൻ്റെ മൂത്ത മകളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയും ഈ കൊച്ചിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയും ഞാൻ വരണമെന്ന് വിളിച്ചു. ഇവനോടെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും ഞാൻ ആരോഗ്യമുണ്ടെങ്കിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ടുവന്നാൽ മതി. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെയൊക്കെ ഉത്സാഹിപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ക്രിസ്ത്യ കൗൺസിൽ കൂടുമ്പോൾ അവർ ചിന്തിക്കുക നമ്മുടെ ക്രിസ്ത്യാനികളേക്ക് കുഞ്ഞുങ്ങൾ കുറഞ്ഞു പോകുന്നു. ഒരു കാലത്ത് 2 പറഞ്ഞ് വെച്ചിരുന്ന കാലം ഇപ്പം ആ പടം മാറ്റിയിട്ട് 1 വെള്ളയടിച്ചിട്ട് ഇപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ടാണ് നടക്കുന്നത്. നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ അതിന് എന്ത് ചെയ്യണം? ഇവിടെല്ലാം പിന്നെ ഇവിടെ പറയുന്നത് ഉത്സാഹിപ്പിക്കണം. മുഹമ്മദിയർക്ക് മാത്രമല്ല ജനപ്പെരുപ്പം ഉണ്ടാകേണ്ടത്, കത്തോലിക്കരൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഉത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കും. ഞങ്ങൾ ഇനി ഉത്സാഹിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ നൽകുക. ഞാൻ നിങ്ങൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടൊത്ത് ദൈവത്തെ സ്തുതിപ്പാനിടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നോർത്ത് അമേരിക്ക സൗത്ത് ഈസ്റ്റ് റീജിയനിൽ ഒന്നിച്ച് പ്രവർത്തിപ്പാനിടയായ ആ സമയത്താണ് അദ്ദേഹം ഇവിടെ വിശ്വാസത്താൽ കടന്നു വന്ന് ഒരു സഭയെ ആരംഭിക്കുവാനിടയായത്. ഇത്രയും കൂട്ടായ്മയിൽ കർത്താവ് ആത്മാക്കളെ കൊടുക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാണ് രണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് 2 വിശ്വാസമാകും. കർത്താവ് ഇവിടെ പ്രവർത്തിപ്പാനുള്ള ശക്തിയും ദൈവകൃപയും കർത്താവ് കൊടുക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ യഹോവ നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഈ സഭയിലുള്ള വിശ്വാസികൾക്ക് ഉള്ള മുദ്രാവാക്യം അതായിരിക്കണം, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇവിടെ വലിയൊരു സഭാകളുണ്ടാകും. ഇവിടെ അനേക വിശ്വാസികൾ വന്നു ചേരുവാൻ ഇടയായിത്തീരും. ഇത് നല്ലൊരു ഫീൽഡാണ്. ആൾക്കാർ മൂവ് ചെയ്യാനും അല്ലാതുള്ളവരൊക്കെ മൂവ് ചെയ്യാൻ വലിയൊരു ഫീൽഡാണ്. അതിനെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇടയാകട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. സഭായോഗം ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കാണ്, ഏറ്റവും പാസ്റ്റർമാർക്കാണ് ആ പ്രഷർ കൂടുന്ന സമയം. ഞാൻ 50 വർഷങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. എന്നാൽ അങ്ങനെ പ്രഷർ കൂട്ടുവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ നിർത്തേണ്ടതായിട്ടുണ്ടല്ലോ. നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഒരു പ്രത്യേക വിഷയം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ഇത്
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ആഴ്ചവട്ടക്കാലം ചൊവ്വാഴ്ചയെന്ന് പറയുന്ന ഒരു വേദഭാഗമാണ്. ഈ 24-ാം അധ്യായം അതാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിച്ചത്, താൻ സ്നാനപ്പെട്ടത് ഏകദേശം തനിക്ക് 30 വയസ്സുള്ളപ്പോഴാണ്. താൻ ജീവിച്ചിരുന്നപ്പോൾ പെസഹ ആചരിച്ച കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 3.5 വർഷം താൻ ഈ ഭൂമുഖത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്, ജീവനോടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ ആഴ്ചവട്ടത്തിൽ പറഞ്ഞ ചൊവ്വാഴ്ചയെന്ന് പറഞ്ഞ ഒരു പ്രവചന ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണുവാൻ വേണ്ടി കഴിയും. ഇതേ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലും മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും സ്വല്പം ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചു. അതിങ്ങനെ നിങ്ങൾക്ക് ആരംഭത്തിൽ കാണുവാൻ വേണ്ടി കഴിയും. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ ദേവാലയത്തിൻ്റെ പണി കാണേണ്ടതിന് അവൻ്റെ അടുത്ത് വന്ന് ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. 46 വർഷം കൊണ്ട് ഹെരോദ രാജാവ് അവർക്കുണ്ടാക്കി കൊടുത്ത ദേവാലയമാണ്. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി താൻ ഉണ്ടാക്കി കൊടുത്ത ദേവാലയമാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ 7 ദേവാലയങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന്, ആരംഭത്തിൽ ഇസ്രായേൽ മക്കൾക്ക്, അല്ലെങ്കിൽ ആലയമെന്ന് പറഞ്ഞാൽ തന്നെ ദൈവവും മനുഷ്യരും തമ്മിൽ സമ്മേളിക്കുന്ന സ്ഥലമാണ് ആലയം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സമാപന കൂടാരം ഉണ്ടാക്കി കൊടുത്തു. അത് ഒരു നിശ്ചിത സ്ഥലത്തല്ലായിരുന്നു. അവർ ഈ പാളയമടിക്കുമ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നാൽ അടിസ്ഥാനമുള്ള ഒരു ദേവാലയം 7 വർഷം കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ശലോമോനാണ്. അത് കാലാന്തരത്തിൽ നശിപ്പിക്കപ്പെട്ടു. അതിനെ പുതുക്കി പണിതു സെരുബാബേൽ. അപ്പോൾ അത് 3-ാമത്തെ ദേവാലയം. അത് കഴിഞ്ഞിട്ട് 46 വർഷം കൊണ്ട് ജാതിക രാജാവായ ഈ ചക്രവർത്തിയായ ഹെരോദ രാജാവ് തനിക്ക് ഈ യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ ഉണ്ടാക്കി കൊടുത്ത ദേവാലയമാണിത്. ആ ദേവാലയമാണ് യേശു പറയുന്നത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എന്ത് ചെയ്യും, നശിച്ചു. അടുത്ത ദേവാലയം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ യഹൂദന്മാർക്കും വേറെ ആർക്കും ദേവാലയങ്ങളില്ല. ഇപ്പോഴുള്ളത് സഭയാൻ ദേവാലയമാണ്. വിശ്വാസികളെക്കുറിച്ച് പൗലൂസ് പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമല്ലോ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. സഭയാൻ ദേവാലയം എന്നൊക്കെ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലേഖനങ്ങൾ കാണുവാൻ കഴിയും. ഈ ദേവാലയം സമാപന കൂടാരം പോലെ ഒരിടത്ത് തന്നെ സ്ഥിരമായി നിൽക്കുന്നതല്ല. ഇത് ചില വർഷങ്ങൾ കഴിയുമ്പോൾ, അതിൻ്റെ സമയമാകുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, കൊണ്ടുപോകും. എപ്പോഴും ഭൂമിയിൽ ഒരു ദേവാലയമേ കാണുകയുള്ളൂ. എന്നാൽ വിശുദ്ധന്മാർ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു ദേവാലയം പണിയും. അത് എതിർക്രിസ്തുവിന് സമയത്ത് പണിയുന്ന ദേവാലയമാണ്. യഹൂദന്മാരുടെ ആരംഭത്തിലെ 3.5 വർഷക്കാലം ഈ എതിർക്രിസ്തു വളരെ സഖ്യതയോട് മുൻപോട്ട് പോകും. അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി താൻ ദേവാലയം പണിയും. ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവമാണെന്ന് എന്തു ചെയ്യും, എതിർക്രിസ്തു പ്രഖ്യാപിക്കും. യഹൂദന്മാർ ഏകദൈവ വിശ്വാസികളാണ്. അവർക്ക് ആദ്യം തന്നെ കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞത് എന്താ, അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഈ എതിർക്രിസ്തു തന്നെ പറയാണ്, ഞാനാണ് ദൈവം എന്ന് പറയുമ്പോൾ അവരുമായിട്ട് യുദ്ധമുണ്ടാകും. അങ്ങനെ യുദ്ധമുണ്ടാകുന്നതാണ് 3.5 വർഷക്കാലം നടക്കുവാൻ പോകുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ഒലിവുമലയിൽ പ്രത്യക്ഷമാകും. അന്ന് പണിയുന്ന ദേവാലയമാണ് 1000 ആണ്ട് ദേവാലയം. 1000 ആണ്ട് വാഴ്ചയിൽ പണിയുന്ന ദേവാലയമാണ്. ഇതെല്ലാം പ്രവചന ഭാഗങ്ങളാണ്. ഇതെല്ലാം തെളിവുകളുണ്ട്. അതൊന്നും പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ഈ ദേവാലയം എന്നാണ് നശിച്ചു പോകുന്നത്? ശിഷ്യന്മാർ ചോദിക്കുന്നു. അത് എപ്പോൾ സംഭവിക്കുക? ആ ചോദ്യം നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും. 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിക്ക് അവൻ്റെ അടുക്കൽ വന്ന് 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിൻ്റെ ലക്ഷണമെന്ത്? പിന്നെ ലോകാവസാനത്തിൻ്റെ അടയാളമെന്ത്?
അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത്, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്നപ്പോൾ. അത് ചരിത്രത്തിൽ വന്നു കഴിഞ്ഞു, AD 70 സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ പറയുന്ന കാര്യങ്ങളാണ് ഈ താഴെ പറയുന്ന വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. നിന്റെ വരവിനും ലോകാവസാനത്തിൽ, ലോകാവസാനം എന്നുള്ളത് പഴയ ബൈബിൾ പരിഭാഷകളും മറ്റ് ചില പരിഭാഷകളിൽ യുഗാവസാനം എന്നാണ് പറയുന്നത്. ലോകം അവസാനിക്കയില്ല, ഇത് പുതുക്കി പണിയും. യുഗാവസാനത്തിന് എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഇല്ലായിരുന്നു. നിങ്ങൾക്കത് നോക്കണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ശിഷ്യന്മാരായിരുന്നു എന്ന്. ഒന്ന് നോക്കിയാട്ടെ, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന് 3-ാം വാക്യം. അറിയാവുന്നവരൊന്ന് പറയാം. സ്വകാര്യമായി ചോദിച്ചു 4 പേര് ആരെല്ലാമായിരുന്നു? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്. അവരാണ് ഇവരോട് സ്വകാര്യമായി ചോദിച്ചു. ഇതേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അതെപ്പോൾ സംഭവിക്കും? ചുരുക്കമായിട്ട് യേശു അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ വരവിനെക്കുറിച്ചല്ല ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സുവിശേഷങ്ങൾ നാം പഠിച്ചു നോക്കിയാൽ യേശു ക്രിസ്തു രഹസ്യമായി വരും എന്നുള്ള വ്യക്തമായ ഒരു തൊഴിൽ യേശു പറയുന്നില്ല. ഇതെല്ലാം അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച്, അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോയതിന് ശേഷം ഇവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ ഓരോന്നോരോന്ന് ഇവിടെ അക്കമിട്ട് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയും. അത് പറഞ്ഞിട്ട് ഒടുവിലായി അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. 14-ാമത്തെ വാക്യം, 24-14. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എന്ന് പറഞ്ഞത് എന്താ? ഒരു സഹായത്തിനങ്ങ് ചോദിക്കാൻ പാടില്ല, ഞാൻ ചോദിക്കും. എന്താ? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണിത് സുവിശേഷം. ഇവിടെ ഏത് സുവിശേഷമാണ് പറയുന്നത്? ബൈബിള് പഠിച്ചാൽ പല സുവിശേഷങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഇത് രാജ്യത്തിൻ്റെ സുവിശേഷം എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പ്രസംഗിക്കുന്നത് യേശു രാജ്യം സ്ഥാപിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞത്. ഇത് യോഹന്നാൻ പ്രസംഗിച്ചു. ആര്? സ്നാപക യോഹന്നാൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. എന്നാൽ ആ രാജ്യത്തെക്കുറിച്ച് യോഹന്നാൻ കണ്ട് പ്രസംഗിച്ചെങ്കിൽ തന്നെയും അത് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പേ ആര് വന്നു? യേശു തമ്പുരാൻ വന്നു. യേശു തമ്പുരാൻ വന്നു കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്നപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, യേശു പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും എൻ്റെ സാക്ഷികളാകുവീൻ, അവരെ ശിഷ്യരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്നാണ് യേശു പഠിപ്പിച്ചത്. ശിഷ്യന്മാർ അത് തന്നെയാണ് ചെയ്തത്. ആ സുവിശേഷത്തിലാണ് കൃപയുടെ സുവിശേഷമെന്നും ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും പറയുന്നത്. ഇന്ന് നാം പ്രസംഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അത് വാക്യങ്ങളുണ്ട്, ഞാൻ മുൻപോട്ട് പോകേണ്ട താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 15-19, 1-ാം അധ്യായത്തിൽ റോമർ 1-16 ഈ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് നാം രക്ഷയുടെ സുവിശേഷം എന്ന് പറയാം, അതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയാം, കൃപയുടെ സുവിശേഷം എന്ന് പറയാം. അതാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവം തമ്പുരാൻ, ഇതൊരു വലിയൊരു ക്ലാസ്സാണ്, അതെല്ലാം പറയാൻ സമയമില്ല. അതാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കാലാകാലങ്ങളിൽ നമുക്ക് അറിവ് കിട്ടി. ക്രിസ്തുവിനെ അംഗീകരിപ്പാൻ, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഒക്കെ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയത് ഓർക്കത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത്
ഉപദേശിമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുക. പാസ്റ്റർമാർക്ക് കയറി ചെല്ലുവാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ നിങ്ങൾ പറയുന്നവരല്ലെന്നല്ല ഞാൻ പറഞ്ഞു. യേശുവിനെ കുറിച്ച് പറയാൻ കഴിയും. എന്തിനു പറയുന്നു? മുഹമ്മദീയ സൈനികർ പറയുന്നതിനേക്കാളും കൂടുതലായി പറയുവാൻ നമുക്കാണുള്ളത്. അവരെവിടെ പോയാലും അവരെ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നെങ്കിൽ നമ്മളെ കുട്ടികളെ അങ്ങോട്ട് മാറ്റുവാൻ വേണ്ടി അവർ നോക്കും. അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. നാം ഈ സഭാഗോളിൽ മാത്രം അടങ്ങിയിരിക്കുന്നവരാകരുത്. നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, നമ്മെക്കാളും കഷ്ടപ്പെടുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, ഭാവി പ്രത്യാശ എന്തെന്നറിയാൻ വയ്യാത്ത അനേകരെ കഴിയുകയാണ്. അവരോട് സുവിശേഷം പറയുവാൻ വേണ്ടിയാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. അവരെക്കുറിച്ച് നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര നോക്കി. സാധാരണ മനുഷ്യർ നമ്മളെ കാണുമ്പോൾ മുഖത്താണ് നോക്കുന്നത്, അല്ലേ? കാലേ നോക്കുമോ? ഇല്ല. നോക്കുന്നുകൊണ്ടാണ് നമ്മൾ ഈ നല്ല സോക്സ്, നല്ല ഷൂസൊക്കെ ഇട്ട് നടക്കുന്നേ. വില മാച്ച് ചെയ്യുന്ന ചെരുപ്പുകളൊക്കെ ഇടുന്നത് അതിനു വേണ്ടിയാണ്. എന്നാൽ ദൈവാത്മാവിടെ എഴുതിയിരിക്കുന്ന നന്മ സുവിശേഷിക്കുന്നവരെ കാൽ കൊണ്ടോ സ്വർഗം എഴുതി വെച്ചിരിക്കുന്നത്, സ്വർഗം എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാൽ നന്നായി മനോഹരമെന്ന് പരിശുദ്ധാത്മാ പറയണമെങ്കിൽ നാം സുവിശേഷം പറയുന്നവരായിരിക്കണം. അതിലേക്ക് അനേകരെ നേടുന്നവരായിരിക്കണം. അപ്പോൾ ഇപ്പോൾ കൃപയുടെ സുവിശേഷമാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വിശുദ്ധൻ ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മെ ചേർപ്പാനുമായി നമ്മുടെ കർത്താവ് വരും. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിവരിച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുവാൻ വേണ്ടി കഴിയും. ഏറെ താമസിയാതെ നമ്മുടെ കർത്താവ് കടന്നു വരും. തനിക്കുള്ളവരെ എന്ത് ചെയ്യും? ഇവിടുന്ന് ചേർത്തുള്ളൂ. അതിന് നിക്ഷേപങ്ങളെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ നിക്ഷേപങ്ങളെ ഇവിടെ നിന്ന് ചേർത്തോളൂ. നമ്മളൊക്കെ നാട്ടിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ 10 മണിക്കാണല്ലോ സ്കൂൾ തുടങ്ങുന്നത്. സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ പഠിക്കാത്ത കുറച്ച് പിള്ളേർ നമ്മളോട് കളിക്കാൻ വേണ്ടി വരും. കിളിയൻ തട്ട് കളിക്ക്, പിന്നെ കുട്ടിയും കോലും കളിക്കുക. അതൊക്കെ ഇപ്പോഴത്തെ അല്ല, അന്നുള്ള ഞങ്ങളൊക്കെ പഠിച്ച് കളിക്കാൻ വേണ്ടി വരും. അപ്പോഴും കാണാം അവിടെ മണിയടിക്കുന്നു. ഒരു കൂട്ടർ എങ്ങോട്ട് പോവും? സ്കൂളിൻ്റെ അകത്തോട്ട്. ഒരു കൂട്ടർ ഒന്നിച്ച് കളിച്ചതാന്ന് പറഞ്ഞ് മെമ്മാരെ അകത്ത് കയറ്റുമോ? അവിടോട്ട് കയറിപ്പോകുന്ന, സ്കൂളിൻ്റെ അകത്തോട്ട് കയറിപ്പോകുന്ന ആരാ? അവിടെ രജിസ്റ്ററിൽ പേര് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്ററിൽ അവർ പേരെഴുതിയിട്ടുണ്ട്. സാറ് ഒരു വലിയ ബുക്കുമായിട്ട് ഇത്രയും ഉള്ള ഒരു ബുക്കാണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. എന്തു ചെയ്യും? ഓരോരുത്തരുടെ പേര് വിളിക്കും. പ്രസന്റ് സാർ എഴുന്നേറ്റ് പറയണം. അപ്പോൾ പേര് ഉള്ളിലുണ്ടെങ്കിലേ, രജിസ്റ്ററിലുണ്ടെങ്കിലേ അവിടെ ചേരാനൊക്കെ ഉള്ളൂ. നിക്ഷേപങ്ങളാണ് നാം. കള്ളം വരുന്നത് കുറ്റിച്ചൂൾ എടുത്തോണ്ട് പോകാനും വരകല്ലെടുത്തോണ്ട് പോകാനും അല്ല, നിക്ഷേപങ്ങൾ എടുത്തോണ്ട് പോകാനാ. പരിശുദ്ധാത്മാവമേ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവൻ്റെ നിക്ഷേപങ്ങളെ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് ചേർത്ത് കൊള്ളപ്പെടും. അത് കഴിഞ്ഞ് ഈ ലോകം അവസാനിക്കുകയില്ല. ഈ ലോകം ഇവിടെ വാഴും. എതിർ ക്രിസ്തു ഇവിടെ ഭരണം നടത്തും. വിശുദ്ധന്മാർ സ്വർഗത്തിൽ, ആകാശമണ്ഡലങ്ങളിലല്ല, സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം വിഭാഗിക്കുന്ന സമയമാ. ഇവിടുന്ന് നമ്മൾ അയച്ചതനുസരിച്ചുള്ള പ്രതിഫലം അവിടെ കിട്ടും. ബാങ്കിൽ പൈസ കിട്ടെങ്കിൽ മാത്രമേ ചെക്ക് എഴുതാനൊക്കെ ഉള്ളൂ. മുഖം നോക്കാതെ വണ്ണം അവൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? കൂലിയും നല്ല പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ നമുക്കത് വിഭാഗിക്കാൻ വേണ്ടി ഏറെ താമസിയാതെ പോകാൻ വേണ്ടി പോവുകയാണ്. 7 വർഷക്കാലം വിശ്വാസികൾ, ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളും പാസ്റ്റർമാരുൾപ്പെടെ യേശു തമ്പുരാൻ പൗലോസ് മുഖാന്തരമായി അരുളി ചെയ്തു, ശരീരത്തിലിരിക്കുമ്പോൾ, നാം ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതായാലും തീയതായാലും
തക്കത് പ്രാപിപ്പാൻ. ഇവിടെ മരിച്ചു കഴിഞ്ഞ് ആരടയ്ക്കെന്നുള്ളതല്ല വിഷയം, എവിടെ അടയ്ക്കെന്നുള്ളതല്ല വിഷയം. നല്ലത് പ്രാപിപ്പാൻ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്ത് ചെയ്യും? എഴുന്നേറ്റ് വരും. നാം ഇവിടെ ചെയ്ത പ്രവർത്തികൾ അനുസരിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പ്രതിഫലം കൊടുക്കണം. എല്ലാവരോടെ കണക്ക് കൊടുക്കണം. അത് തക്ക പ്രതിഫലമായിട്ട് 7 വർഷം കഴിയുമ്പോൾ ഒലിവുമലയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യക്ഷനാകും. ഈ 7 വർഷക്കാലം നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു കൂട്ടരുണ്ട്. അവർ പറയാൻ പോകുന്നത് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ച നിർത്തിയ പ്രസംഗം തുടരുക, രാജ്യത്തെക്കുറിച്ച് പറയുക. അതാ രാജ്യത്തിൻ്റെ സുവിശേഷം. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നു, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഇവിടെയെല്ലാം അനേക സ്ഥലങ്ങളിൽ സുവിശേഷം കേൾക്കാത്തതുകൊണ്ട് കർത്താവിൻ്റെ വരെ താമസിക്കുന്നെന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുണ്ട്. അത് പുസ്തകത്തിൽ ശരിയല്ല. അന്ന് പ്രസംഗിക്കും. അതിന് 2 സാക്ഷികൾ വരും. ആരാ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടത് ഏലിയാവും മോശയും. ചിലർ പറയുന്നു ഹാനോക്കാണെന്ന്. ആരായാലും അവർ വന്ന് ഈ സുവിശേഷം പറയും. ആര്? സ്ഥാപിപ്പാൻ പോകുന്ന യേശു തമ്പുരാൻ രാജാവായി വന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് സ്ഥാപിപ്പാൻ പോകുന്ന ആ രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പറയുവാൻ. അന്ന് അവർ 3.5 വർഷം പ്രസംഗിക്കും. അന്ന് അനേകർ എന്തു ചെയ്യും? ആ രാജ്യത്തിലേക്ക് ചേരുവാൻ, ക്രിസ്തുവിലേക്ക് ചേരുവാൻ വേണ്ടി അവർ മനം തിരിയും. യേശു തമ്പുരാൻ അവർക്ക് കൊടുക്കുന്ന പ്രമോഷനാ, എന്നോടോട് നിങ്ങൾ എന്ത് ചെയ്യും? രാജ്യത്തിൽ പ്രവേശിച്ചുകൊള്ളുവീൻ. അന്ന് രക്തസാക്ഷികളാക്കുന്നവർക്ക് അതുണ്ട്. അവിടെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ വേണ്ടി കഴിയും. ഈ ഒരു കാര്യം കൂടെ പുതിയ വിശ്വാസികൾ ഓർത്തുകൊള്ളണം. ഇന്ന് പോകാൻ ഒത്തില്ലെങ്കിൽ അന്ന് പോകാൻ ഒക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പോഴാണ് ജാതികളായ നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന രക്ഷാദിവസം. 7 സംവത്സരം ഇവിടെ എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ പറയുന്ന പ്രസംഗമോ സാക്ഷ്യമായ രക്തസാക്ഷിയൊക്കെ ആകുന്നത് യഹൂദന്മാരുടെ ബന്ധത്തിലാണ്. ആ യാക്കോബിന് ഞെരുക്ക് കാലം എന്ന് പറയുന്ന ആ കാലത്തുള്ളത് യഹൂദന്മാരുടെ ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ദൈവത്തിന് ഒരു ശ്രേഷ്ഠ ജാതിയാണ്. അവരെ രക്ഷിപ്പാനാണ് യേശു തമ്പുരാൻ വന്നത് തന്നെ. റോമാലേഖനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. കൃപയാൽ കാട്ടൊലിവായ നമ്മിലേക്ക് എന്ത് ചെയ്തു? നമുക്ക് വന്നു ചേരാൻ ഇടയായി എന്നേ ഉള്ളൂ. ഒട്ടിച്ച് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതുകൂടെ പറയണമല്ലോ. ഇത് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ് 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഈ ഭൂമിക്കും ഇതിനെല്ലാം മാറ്റമുണ്ടാകും. അന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് നിത്യസുവിശേഷം എന്ന് പറയുന്നത്. നിത്യസുവിശേഷം രക്ഷയ്ക്ക് വേണ്ടിയല്ല, തീപ്പൊയ്യിൽ തള്ളിയിടുവാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ അതിലൊന്നും ചെന്ന് തീരുവാനിടയാകരുത്. എൻ്റെ മുമ്പിൽ ഇത് ഓടിക്കുന്നത് എനിക്കറിയാം. ഞാൻ നിർത്താറായെന്ന് ഇതൂടെ പറഞ്ഞ് നിർത്താം. ഇവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ബൈബിൾ സ്കൂളിൽ ഈ പ്രസംഗം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നാൽ നമ്മളിവിടെ ഇങ്ങനെ ഇരുത്തും. അതിൻ്റെ ആളുകൾ ചായ കൊണ്ടുതരും. കുടിച്ച് കഴിയുമ്പോൾ ആ ടീപ്പോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഈ പ്രസംഗം എന്ത് ചെയ്യും? ഉയരുമ്പോൾ കാണാം ജനം ഇങ്ങനെ എന്ത് ചെയ്യുക? ഇരിക്കുക. അവരോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രീൻ ലൈറ്റ് ഉള്ളപ്പോൾ പ്രസംഗം എന്ത് ചെയ്യണം? യെല്ലോ ലൈറ്റ് വരുമ്പോൾ കൺക്ലൂഷൻ പറഞ്ഞ് നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നില്ലെങ്കിൽ ഈ പ്രസംഗ വീട് എന്ത് ചെയ്യുമെന്നറിയാമോ? താഴോട്ടങ്ങ് താഴും. ഞാൻ അതായിരുന്നു ഇവിടെ ഒക്കെ നോക്കിയത്. ജോയൽ ഇത് ചെയ്യുന്നതിന് മുമ്പേ താഴുമോ ഇല്ലെന്നാണ് നോക്കിയത്. എന്നോട് നമ്മുടെ ഏഴംകുളം സാങ്കുട്ടി പറഞ്ഞതാണ്. അങ്ങനെ ഈ ട്രെയിൻ ചെയ്യുക, പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് താഴുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് വരുവാൻ പോവുകയാണ്. ഇനി നമ്മൾ ഒന്നിച്ച് സമ്മേളിക്കുമോ എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. നമ്മുടെ കർത്താവ് വരുവാൻ
വളരെ കാലമെടുത്തിരിക്കുന്നു. നമ്മ ഈ കൃപയുടെ സുവിശേഷം പറയുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആയാൽ ഈ ദിവസങ്ങൾ നമ്മൾ തലകളെ ഉയർത്തി കർത്താവിനെ കാണാൻ, ഇവിടെ വീട് സമ്പാദിക്കുന്നോ കാർ വാങ്ങിക്കുന്നോ ഒന്നും അല്ല പ്രിയമുള്ളവരെ. ഈ ദൈവത്തിന് വിഷയം നമ്മൾ അവിടെ പോകുന്നതാണ്, അവിടെ കാണുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സമയം തന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കും.